ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. മകരവിളക്കിന് ഒരുങ്ങി സന്നിധാനം. ഇന്നലെ പന്തളത്തു നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്ത് എത്തിച്ചേരും. മകരവിളക്ക് കാണാൻ എത്തുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, സ്വാമി ശരണം. നാളെയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത്. നാളെ തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തേക്ക് എത്തുന്നു. 18-ാം പടി കയറി എത്തുന്ന തിരുവാഭരണത്തെ തന്ത്രിയും മേൽശാന്തിയും ഒക്കെ കൊടിമരച്ചോട്ടിൽ സ്വീകരിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. പിന്നീട് ദീപാരാധന തുടങ്ങിയ നിരവധി ചടങ്ങുകൾ. കൂടുതൽ വിവരങ്ങൾ അഖിൽ. വിനോദ്, രോഹിണി, സ്വാമി ശരണം. ശബരിമല സന്നിധാനമാകട്ടെ ഭക്തിയുടെ പരകോടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഉള്ള നിമിഷങ്ങൾ അത് പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകരജ്യോതി കാണുന്നതിലേക്ക് വേണ്ടി ഓരോ അയ്യപ്പ ഭക്തനും കണ്ണ് എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ അയ്യപ്പ ഭക്തരൊക്കെ തന്നെ വിവിധ സ്ഥലങ്ങളിലാണ് ഈ താവളങ്ങൾ കെട്ടി കാത്തിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഇന്നലെയൊക്കെ നമ്മൾ രാവിലെ കാണിച്ചതാണ് ശബരിമല സന്നിധാനത്തേക്ക് പടി കയറി വരുന്ന 18 പടി കയറി വരുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം വളരെ കുറവായിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. അവിടെ 18 പടി കയറി എത്തുന്ന അയ്യപ്പ ഭക്തർ അവിടെ നിന്നും ഫ്ലൈ ഓവറിലേക്കും അവിടെ നിന്നും ശ്രീകോവിലേക്കും എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനം നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള ആ തിരക്കിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരാണ്ടുകാലത്തെ കാത്തിരിപ്പിനു ശേഷം ആ പൊന്നു ഭഗവാന്റെ ആ മകരജ്യോതി കാണാൻ, ആ മകരപ്രഭ കാണാൻ ഓരോ അയ്യപ്പ ഭക്തരും കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഇനി ഉള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഭഗവാന്റെ അരികിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പോടുകൂടി ഓരോ അയ്യപ്പ ഭക്തരും കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഭഗവാനെ ഒരു നിമിഷം കണ്ടു തൊഴുത് ഭഗവാന്റെ അരികിലേക്ക് എത്തി ആപൽബാന്ധകനായ അയ്യപ്പ സ്വാമിയോട് തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും എല്ലാം തന്നെ അയ്യപ്പ സ്വാമിയോട് പറഞ്ഞ് താൻ നിറച്ചു വന്ന ജീവാത്മാവായ ആ നെയ്ത്തേങ്ങ ഭഗവാന് മുമ്പിൽ സമർപ്പിച്ച് അവിടെ നിന്നും ഇനി ഭഗവാന്റെ അരികിലേക്ക് അലിഞ്ഞു ചേരുന്ന നിമിഷങ്ങളിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശബരിമല സന്നിധാനത്ത് ഇന്നലെ ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകുന്നേരത്തോടു കൂടിയാണ്, അതായത് ഏകദേശം 3 മണിയോടുകൂടിയാണ് പമ്പയിലേക്ക് എത്തിച്ചേരുക. അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ആ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുക. അവിടെ നിന്നും പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര വൈകുന്നേരത്തോടു കൂടി തന്നെ അത് ശബരിപീഠത്തിലേക്ക് എത്തും. വൈകിട്ട് 6:30 സന്ധ്യാദീപാരാധന, അതായത് തിരുവാഭരണം ചാർത്തിയുള്ള സന്ധ്യാദീപാരാധന. ആ നിമിഷമാണ് അങ്ങകലെ പൊന്നമ്പലമേട്ടിൽ ആ മകരപ്രഭയോടുകൂടി ആ മകരജ്യോതി തെളിയുന്നത്. ആ മകരജ്യോതി കാണുവാനുള്ള ആ അയ്യപ്പന്റെ കാത്തിരിപ്പ്, ഓരോ അയ്യപ്പ ഭക്തന്റെയും കാത്തിരിപ്പ് അവിടെയാണ്. ഈ 18-ാം പടി കയറി വരുന്ന ആ തിരുവാഭരണത്തെ കൊടിമര ചുവട്ടിൽ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. അവിടെ നിന്ന് നേരെ ശ്രീകോവിലിനരികിലേക്കാണ് ആ തിരുവാഭരണം എത്തിക്കുക. തിരുവാഭരണം ശ്രീകോവിലിന്റെ സോപാനത്തിൽ ക്ഷേത്രതന്ത്രി കണ്ഠര് രാജീവരും അതുപോലെ തന്നെ ക്ഷേത്ര മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ആ തിരുവാഭരണത്തെ സ്വീകരിച്ച ആ തിരുവാഭരണം ശ്രീകോവിലേക്ക് ആനയിക്കുന്നുണ്ടാകും. ശ്രീകോവിലേക്ക് എത്തിച്ച ആ തിരുവാഭരണം അവിടെ ഭഗവാനു ചാർത്തി, അതായത് പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊടുത്തയക്കുന്ന പന്തളകുമാരനായിട്ടുള്ള അയ്യപ്പ സ്വാമിക്ക് ആ തിരുവാഭരണം ചാർത്തിയുള്ള ആ തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള സന്ധ്യാദീപാരാധന ഉണ്ടായിരിക്കും. നാളെ രാവിലെ 8:45 മകരസംക്രാന്തി പൂജ നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ മകരസംക്രാന്തി പൂജയോടനുബന്ധിച്ചിട്ടുള്ള ശുദ്ധിക്രിയകളൊക്കെ തന്നെ ശബരിമല സന്നിധാനത്ത് ആരംഭിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരം സന്ധ്യാദീപാരാധനയ്ക്കു ശേഷമായിരുന്നു ശുദ്ധിക്രിയകളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നത്. പ്രാസാദ ശുദ്ധി ഉണ്ടായിരുന്നു. ശ്രീകോവിലിന് മുമ്പിൽ ക്ഷേത്രതന്ത്രിയായിട്ടുള്ള പുതിയ തലമുറക്കാരനായിട്ടുള്ള കണ്ഠര് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രാസാദ ശുദ്ധി ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രാസാദ ശുദ്ധിക്കു ശേഷം ഉണ്ടായിരുന്ന ഷോഡശ ഹോമം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വാസ്തുബലിയും വാസ്തുഹോമവും ഒക്കെ തന്നെ ഇന്നലെ സന്നിധാനത്ത് ആരംഭിച്ചിരുന്നു. ഇന്ന് അതിന്റെ ഭാഗമായി രാവിലെ ധാരയും അഭിഷേകവും കളഭവും ഉണ്ടാകും ഭഗവാന്. അതിനുശേഷം ബിംബശുദ്ധി ഉണ്ടാകും. കാരണം 41 ദിവസത്തെ മണ്ഡലകാലവും അതിനുശേഷമുള്ള ഈ 20 ദിവസത്തെ
ഈ മകരവിളക്ക് മഹോത്സവത്തിനും ഇതായിട്ടുള്ള വിവിധങ്ങളായ അഭിഷേകങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ മകരസംക്രാന്തി പൂജയ്ക്ക് മുന്നോടിയായി ഇന്ന് രാവിലെ തന്നെ ബിംബശുദ്ധി ഉണ്ടായിരിക്കുന്നതായും ആ ബിംബശുദ്ധി ക്രിയകൾക്ക് ശേഷമായിരിക്കും മകരസംക്രാന്തി പൂജ ഉണ്ടാവുക. അങ്ങനെ ശബരിമല സന്നിധാനത്തിൽ പൂജാതി കർമ്മങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഭക്തജന തിരക്ക് തുടരുന്നുണ്ട്. ആലങ്ങാട്ടെയും അമ്പലപ്പുഴയും പേട്ടതുള്ളൽ സംഘം അവര് സന്നിധാനത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നുണ്ട്. തിരുവാഭരണം സന്നിധാനത്തേക്ക് വരാൻ പോകുന്നുണ്ട്. വലിയ ഭക്തജന തിരക്കോടുകൂടി തന്നെ ഒരാണ്ടുകാലം കാത്തിരുന്ന ആ മകരപ്രഭ കാണാനുള്ള ഒരു അയ്യപ്പ ഭക്തന്റെയും കാത്തിരിപ്പിന് നിമിഷങ്ങൾ മാത്രമാണ് ഇനി അതിലേക്ക് അടുത്തു നിൽക്കുന്നത്. അങ്ങകലെ ആ പൊന്നമ്പല മേട്ടിലേക്ക് ആ ദിവ്യപ്രഭ ഉയർന്നു വരുമ്പോൾ മുഴങ്ങുന്ന ശരണമന്ത്രങ്ങൾ, അത് ഒരു വർഷക്കാലം കാത്തിരുന്ന ആ ആത്മനിർവൃതിയുടെ, ആത്മാഭിമാനത്തിന്റെ, ആത്മസന്തോഷത്തിന്റെ ഒക്കെ തന്നെ ആ ഒരു പ്രതിഫലനമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അന്നദാന പ്രഭുവായ ആപൽബാന്ധകനായ പൊന്നമ്പലവാസനായ ശ്രീശബരീശനായ അയ്യപ്പസ്വാമിയുടെ അരികിൽ വന്നു നിന്ന് ഈ മണ്ണിൽ ചവിട്ടി നിന്ന് ആ ദിവ്യപ്രഭ തൊഴുക എന്ന് പറയുന്നത് ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത്രയും അധികം അത് ആനന്ദം പകരുന്നതാണ്. തന്റെ കഷ്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം പറയുമ്പോൾ അയ്യപ്പസ്വാമി തന്നെ കാത്തുരക്ഷിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഓരോ അയ്യപ്പസ്വാമിയും കാത്തിരിക്കുന്ന ആ നിമിഷത്തിലേക്ക് ഇനി നിമിഷങ്ങളോട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നയനങ്ങൾ കൊണ്ട്, നമ്മളുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കണ്ടു തൊഴുത് സായുജ്യമടയാൻ കഴിയുന്നു എന്നത് തന്നെയാണ് നമുക്ക് ആ പ്രതീക്ഷ നൽകുന്നത്. വിനോദ്, രോഹിണി. അതെ, തീർച്ചയായും അഖിൽ പറഞ്ഞതുപോലെ തന്നെ ആ പുണ്യ ദർശനത്തിനായുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും തന്നെയാണ് നടക്കുന്നത്. അഖിൽ, അതോടൊപ്പം നാളെയുള്ള ക്രമീകരണങ്ങൾ കൂടി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. എവിടെയൊക്കെയാണ് മകരജ്യോതി ദർശനത്തിനായി അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, എത്ര പേർക്കാണ് ഇതൊക്കെ അനുവദിച്ചിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ശബരിമല സന്നിധാനത്ത് തിരക്ക് മുൻനിർത്തി കഴിഞ്ഞ ദിവസം തന്നെ പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും തീരുമാനിച്ചത് ഇന്ന് ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലും സ്പോട്ട് ബുക്കിങ്ങിലും ഒക്കെ ഒരു നിയന്ത്രണം വരുത്തണം എന്ന് തന്നെയാണ്. അത് 12 മുതൽ തന്നെ ആ നിയന്ത്രണങ്ങൾക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 12-ാം തീയതി, അതായത് താരതമ്യേന 70,000 പേർക്കായിരുന്നു വെർച്വൽ ക്യൂ ഉണ്ടായിരുന്നത്. ആ 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ്, അങ്ങനെ 80,000 പേർക്കാണ് ദർശനത്തിന് ക്രമീകരണം ഒരുക്കിയിരുന്നത്. പക്ഷേ സ്പോട്ട് ബുക്കിംഗ് അധികമായി തന്നെ വന്നിരുന്നു. അത് 22,000-ഉം 25,000-ഉം ഒക്കെയായി അധിക സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ, അതായത് വലിയ ക്രമീകരണത്തോടു കൂടിയാണ് ഇപ്പോൾ നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ 60,000 പേർക്കായിരുന്നു ഇത് വെർച്വൽ ക്യൂ നൽകിയിരുന്നത്. അത് ഇന്ന് 50,000 ആകും. നാളെ 40,000 പേർക്ക് മാത്രമായിരിക്കും വെർച്വൽ ക്യൂവിലൂടെ ദർശനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. 5,000 പേർക്ക് മാത്രമാണ് ഈ സ്പോട്ട് ബുക്കിംഗും നൽകുന്നത്. അതിന്റെ ക്രമീകരണങ്ങൾ ആ തരത്തിലാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായിട്ട് പോലീസ് ഏകദേശം 5,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടാണ് ശബരിമല സന്നിധാനത്ത് ഇത്തവണ മകരവിളക്കിന് മുന്നോടിയായ പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 1,800-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്ത്, 800-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ പമ്പയില്, 750 പോലീസ് ഉദ്യോഗസ്ഥർ നിലയ്ക്കല്, 650 പോലീസ് ഉദ്യോഗസ്ഥർ കോട്ടയത്ത്, 1,050 പോലീസ് ഉദ്യോഗസ്ഥർ ഇടുക്കിയിൽ. ഇത്തരത്തിലാണ് 5,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ മേഖലകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. സന്നിധാനം പരിസരത്തൊക്കെ തന്നെ ഈ പോലീസിന്റെ സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള ADGP എസ് റീച്ചത്ത് IPS-ന്റെ നേതൃത്വത്തിലായിരിക്കും ഫുൾ നിയന്ത്രണവും ഉണ്ടാവുക. പമ്പയിൽ റേഞ്ച് IG ശങ്കർ മനോഹറിന്റെ നേതൃത്വത്തിലായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക. നിലയ്ക്കലിൽ DIG ആയിട്ടുള്ള അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക. ഇടുക്കിയിൽ എറണാകുളം റേഞ്ച് IGയുടെ നേതൃത്വത്തിലായിരിക്കും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പുല്ലമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി കാണുന്നതിലേക്ക് വേണ്ടി പോലീസ് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ വ്യൂ പോയിന്റുകൾ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം അധികമായി ചില സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ അയ്യപ്പ ഭക്തർ കടന്നുപോയാൽ അത് വനപ്രദേശങ്ങളിലേക്കാണ് പോകുന്നത് എങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് പോകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു ക്രമീകരണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ജാഗ്രതയോടുകൂടി തന്നെയാണ് പോലീസ് അയ്യപ്പന്മാർ ഈ മകര സംക്രാന്തിയുടെ അല്ലെങ്കിൽ മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ IRF ഉണ്ട്, NDRF ഉണ്ട്, RRF ഉണ്ട്, ഇന്ത്യൻ പല വിവിധങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥർ, അതായത് സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സിന്റെയും എക്സൈസിന്റെയും ഒക്കെ തന്നെ വിവിധങ്ങളായ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ KSRTCയുടെ ഭാഗത്തിൽ നിന്നും ഒരു ക്രമീകരണം ഏർപ്പെടുത്തുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ഒരു മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നത്. അതായത് പുൽമേട്ടിൽ നാളെ മകരപ്രഭ അതായത് മകരജ്യോതി തൊഴുതതിനു ശേഷം ഒരു അയ്യപ്പ ഭക്തനും തിരികെ ശബരിമല സന്നിധാനത്തേക്ക് വരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ
സന്നിധാനത്ത് ദർശനം നടത്തിയ അയ്യപ്പ ഭക്തന്മാർ പലരും പാണ്ടിത്താവളത്തിലും അതുപോലെ തന്നെ പുൽമേടിലേക്ക് പോകുന്ന 108 പടിയുടെ മുകളിലും ഒക്കെ തന്നെയായി പല ഭാഗങ്ങളിലും ഇപ്പോൾ തന്നെ വിരിവെച്ച് താമസിക്കുന്നുണ്ട്. അവർ പുൽമേട്ടിലേക്ക് പോകാനുള്ള സാധ്യതയും പോലീസ് വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ പോകുന്ന അയ്യപ്പ ഭക്തർ പുൽമേട്ടിൽ നിന്ന് തിരിച്ച് വീണ്ടും സന്നിധാനത്തിലേക്ക് വന്നാൽ അത് വീണ്ടും ഒരു ക്രൗഡിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് തന്നെ പുൽമേടിൽ നിന്ന് നാളെ സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തർ എത്തരുത് എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. രോഹിണി, എന്തായാലും വലിയ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഏർപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ ഗവി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അനധികൃതമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ സൃഷ്ടിച്ച അയ്യപ്പ ഭക്തരെ കൊണ്ടുപോകുന്ന ചില ലോബികൾ പ്രവർത്തിക്കുന്നതായി പോലീസ് വിലയിരുത്തുന്നുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ കനത്ത സുരക്ഷയൊരുക്കാൻ വേണ്ടി പോലീസ് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയുടെ പല പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ അനധികൃതമായ വ്യൂ പോയിന്റുകൾ സൃഷ്ടിക്കാതിരിക്കാനുള്ള നിർദ്ദേശവും ജാഗ്രതയും പോലീസ് കൈക്കൊള്ളുന്നുണ്ട്. രോഹിണി, വളരെ കൃത്യമായ വിവരങ്ങളാണ് രാവിലെ സന്നിധാനത്ത് നിന്നും അഖിൽ നൽകിയത്. അതെ.